ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമുക്ക് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുള്ള ഒരു പുതിയൊരു പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്തുകൊണ്ടാണ് എല്ലാ കേസിൻ്റെയും കൂടെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് കൊടുക്കുന്നത് എന്ന് കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ആക്ച്വലി സിമ്പിളായിട്ടുള്ള പ്രോഗ്രാമാണ്. നമ്മൾ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, 1 to 7 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഏത് ഡേ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ആ ഡേ ഏതാണെന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതായത് ഇപ്പം ഒരു 2 എന്ന നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദ ഡേ ഈസ് മൺഡേ എന്ന ഔട്ട്പുട്ടായിരിക്കും കിട്ടുന്നത്. 1 എന്ന നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ സൺഡേ എന്ന ഔട്ട്പുട്ട് കിട്ടും. 3 എന്ന നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ട്യൂസ്ഡേ എന്ന് കിട്ടും. 7 എന്ന നമ്പറാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ സാറ്റർഡേ എന്ന് കിട്ടും. ഇനി ഇതൊന്നുമല്ല, 1 to 7 അല്ല, വേറെ ഏതെങ്കിലും ഒരു നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഇൻവാലിഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് ഈ കൊടുത്തിരുന്ന സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഇവിടെ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നമ്മൾ ഒരു ഇൻപുട്ടാണ്, ഒരു നമ്പറാണ്, ഒരു ഇൻറ്റീജർ നമ്പറാണ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അതിന് n എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നമ്പർ എൻ്റർ ചെയ്യാനായിട്ട് ചോദിക്കുന്നു. അത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂവിനെ n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഞാൻ സി ഔട്ട് എന്ന് എഴുതി ദ ഡേ ഈസ് എന്ന ഒരു കമൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ആ ഒരു പോർഷനാണ്, ദ ഡേ ഈസ് എന്ന പോർഷനാണ് ഈ സി ഔട്ട് എന്ന് എഴുതി ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ദ ഡേ ഈസ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ് ഞാൻ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് കൊടുത്തിട്ടുള്ളത്. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അകത്ത് ഞാൻ എല്ലാം സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഡിസ്പ്ലേ ചെയ്യാനുള്ള, ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് എല്ലാ കേസിൻ്റെ കൂടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ദ ഡേ ഈസ് എന്ന് കഴിഞ്ഞൊരു സ്പേസ് സഹിതമാണ് ഇവിടെ എഴുതി നിർത്തിയത്. അത് കഴിഞ്ഞിട്ട് അടുത്ത സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ ഡിസ്പ്ലേ ചെയ്യുന്നത് അത് ഇതിൻ്റെ ബാക്കിയായിട്ട് അങ്ങ് ഡിസ്പ്ലേ ചെയ്തോളും. ആ ഡിസ്പ്ലേ ചെയ്യേണ്ട ഏതാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുത്ത ആ ഇൻപുട്ടിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അതിനുവേണ്ടി സ്വിച്ച് എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ, വേറെ ഇക്വേഷനോ കാര്യങ്ങളൊന്നും എഴുതുന്നില്ല. n എന്ന് പറയുന്ന വേരിയബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ n എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിനനുസരിച്ചുള്ള കേസ് ആയിരിക്കും ഇവിടെ സെലക്ട് ആവുന്നത്. ഇവിടെ ഞാൻ കേസ് 1, 2, കേസ് 3, 4, കേസ് 5, 6, കേസ് 6, കേസ് 7 എന്ന് പറഞ്ഞ് ഞാനിവിടെ 7 കേസസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേസിൻ്റെ കൂടെ 1, 2, 3, 4, 5, 6, 7 എന്ന് വരാൻ കാര്യം നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 1 to 7 ആയിരിക്കും. ഡേയ്സ്, വീക്കിലെ ഡേയ്സ് എന്ന് പറയുന്നത് 0 to 1 to 7 ആണല്ലോ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉദ്ദേശിച്ച് n എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ആ വാല്യൂസ് സ്റ്റോർ ചെയ്യുകയുള്ളൂ. അപ്പോൾ ആ വാല്യൂസ് ഔട്ട്പുട്ടായിട്ട് വരുന്ന രീതിയിൽ കേസ് 1, കേസ് 2, കേസ് 3, കേസ് 4, കേസ് 5, കേസ് 6, കേസ് 7 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്നും അല്ല നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂ എങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡീഫാൾട്ട് എന്ന് പറയുന്ന ഒരു കേസും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കോളൻ ഇട്ടിട്ട് ഡീഫാൾട്ടിൻ്റെ കൂടെ ഞാൻ കൊടുത്ത സി ഔട്ട് ഇൻവാലിഡ് നമ്പർ എന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിവിടെ കൊടുത്തത്. സത്യം പറഞ്ഞാൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ദ ഡേ ഈസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് ഇൻവാലിഡ് നമ്പർ എന്നായിരിക്കും എഴുതി കാണിക്കുന്നത്. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ അങ്ങ് പ്രോഗ്രാം എഴുതിയാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്നുള്ളവർ ഇത് കറക്റ്റ് ചെയ്ത രീതിയിൽ നിങ്ങൾ എഴുതാനായിട്ട് നോക്കുക. ഈ പ്രോഗ്രാം ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്ത് സത്യം പറഞ്ഞാൽ വരുന്നത് ദ ഡേ ഈസ് എന്ന് പറഞ്ഞിട്ട് ഇൻവാലിഡ് നമ്പർ എന്നായിരിക്കും വരുന്നത്. അത് നിങ്ങൾ നോക്കണ്ട. ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതി നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. എന്നാലും തൽക്കാലം ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പഠിക്കാം. ഇവിടെ ഇപ്പം സപ്പോസ് എന്നിൻ്റെ വാല്യൂ 2 ആണെന്ന് കരുതുക. ഇവിടെ സാമ്പിളിൽ കൊടുത്തിരിക്കും പോലെ 2 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കേസ് 2 എന്ന അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കേസ് 2 എന്ന് പറഞ്ഞ് ഞാൻ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഒന്ന് സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റും പിന്നെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയൊന്നും എക്സിക്യൂട്ട് ചെയ്തില്ല. നേരെ ഈ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2 ആണ് എങ്കിൽ കേസ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റ്സ് 2 എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കേർലി ബ്രാക്കറ്റിന് പുറത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് തീർന്നു, അപ്പോഴത്തേക്കും പ്രോഗ്രാം തീർന്നു. 2 ആണ് വരുന്നതെങ്കിൽ ദ ഡേ ഈസ് എന്ന് പറഞ്ഞ് മൺഡേ എന്ന് അത് എഴുതി കാണിക്കും. അത്രയേ ഉള്ളൂ. അപ്പം ഏത് നമ്പറാണോ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ നമ്പറിനനുസരിച്ചുള്ള കേസ്, ആ നമ്പർ തന്നെയാണ് നമ്മളിവിടെ കേസായിട്ട് ലിസ്റ്റ് കേസിൻ്റെ കൂടെ നമ്മളിവിടെ എഴുതുന്നത്. അപ്പം ആ പർട്ടിക്കുലർ കേസ് സെലക്ട് ചെയ്ത് ആ ഡേ ഏതാണെന്ന് വെച്ചാൽ അതങ്ങ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ പ്രോഗ്രാം എന്ന് പറയുന്നത്, സിമ്പിളായിട്ടുള്ള പ്രോഗ്രാം. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗം എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കുക, 7 ഔട്ട്പുട്ട് വരെ ഉള്ളതിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. 7 ഔട്ട്പുട്ട് വരെ ഉണ്ടല്ലോ, 1 to 7 വരെയുള്ള ഔട്ട്പുട്ട് ഇൻറ്റീജർ നമ്പേഴ്സ് ഔട്ട്പുട്ടായിട്ട് വരുന്നതിനും ഓരോന്നും സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കൊടുക്കാനായിട്ട് സാധിച്ചു. 7 അല്ല, 8ാമത് ഡീഫാൾട്ടായിട്ട് ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാ കേസിൻ്റെ കൂടെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട്, അതായത് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്കാണ് കൊടുത്തിട്ടുള്ളത്. എത്ര സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ അതിൻ്റെ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ടാണ് ബ്രേക്ക് കൊടുക്കേണ്ടത്. എല്ലാ കേസിൻ്റെയും കൂടെ
അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഈ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബ്രേക്ക് എന്ന് എഴുതി ഇങ്ങനെ സെമി കോളൻ ഇടുന്നത്, ഇത് സെമി കോളനാണ്, അത് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതും കൂടെ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡീഫോൾട്ടിൻ്റെ കൂടെ മാത്രമാണ് ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാത്തത്. അവിടെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ കൊടുത്തില്ല. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. നിർബന്ധമായി നമ്മുടെ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് പ്രോഗ്രാം ചെയ്തപ്പം മിക്കവാറും 90% കേസസിലും ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കേസിൻ്റെ കൂടെയും എഴുതും. അങ്ങനെ എഴുതുന്നില്ല എങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും റീസണും കാണും. അല്ലാതെ നിർബന്ധമായും നമ്മൾ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് സാധാരണ എഴുതും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നോക്കാം, ഞാൻ രണ്ട് സിറ്റുവേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ സെയിം സാധനം നമ്മളിപ്പോൾ എഴുതിയ പ്രോഗ്രാം തന്നെ സെയിം സാധനത്തിൽ ഒന്നിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം കണ്ടതുപോലെ എല്ലാ കേസിൻ്റെ കൂടെ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒന്നിലും കൊടുത്തിട്ടില്ല, ഒന്നിലും കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ സാധാരണ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ, സപ്പോസ് ഇപ്പം ഡേ 4 ആണ് നമ്മൾ എൻ്റർ ചെയ്തത്, ഡേ നമ്പർ എന്ന് പറഞ്ഞാൽ 4 ആണ് എൻ്റർ ചെയ്തതെന്ന് കരുതുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 4 വരും. അങ്ങനെയാണെങ്കിൽ അത് നാലാമത് ലിസ്റ്റ് ചെയ്യുന്ന കേസ്, അതായത് കേസ് 4 എന്ന ലേബിൾ കൊടുത്തിട്ടുള്ള ഇത് ലേബിൾ എന്ന് വേണമെങ്കിൽ പറയാം, ഈ 1 2 3 4 എന്നുള്ള ലേബിൾ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ 4 എന്ന് പറയുന്ന ലേബിൾ കേസ് 4 എന്ന അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ സി ഔട്ട് എന്ന് പറഞ്ഞ് വെനസ്ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്, ആ സ്റ്റേറ്റ്മെൻ്റാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സാധാരണ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ്റെ രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ കേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം അതിന് താഴോട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അത് കണ്ണുമടച്ച് ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിക് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. സപ്പോസ് ഇപ്പോൾ നമ്മൾ 5 ആണ് എൻ്റർ ചെയ്ത് കൊടുത്തതെങ്കിൽ ഈ 5ാമത്തെ കേസ്, ഈ 5 ലേബിൾ വരുന്ന ആ കേസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിന് കൂടെ ഒന്നും ചെക്ക് ചെയ്യാതെ ബ്ലൈൻഡ് ആയിട്ട് അതങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് വയ്ക്കും. ഇവിടെ ഇപ്പോൾ 4 ആണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ വെനസ്ഡേ, ദിസ് ഡേ ഈസ് വെനസ്ഡേ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റിനും കൂടെ മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റും അത് ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം എക്സിക്യൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഈ സംഭവം തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഇൻവാലിഡ് നമ്പർ എന്ന് സ്പേസ് ഇല്ലാതെ അതിങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വരും. ആ ഡിസ്പ്ലേ ചെയ്ത് വരുന്ന കാര്യം എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. സാധാരണയുള്ള സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാം ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എക്സിക്യൂട്ട് ആവും. അങ്ങനെയാണ് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എല്ലാ കേസിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ ഈ കേസിലിപ്പോൾ 4 ആണ് സെലക്ട് ആവുന്നതെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും. വെനസ്ഡേ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ അത് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ആ പർട്ടിക്കുലർ ലൂപ്പിനെ പുറത്തിറങ്ങാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ലൂപ്പ് അല്ല, ഇത് ആക്ച്വലി സ്വിച്ച് കേസാണ്. ഇവിടെ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ അവിടെ വെച്ച് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് ടെർമിനേറ്റായി ഈ കേർലി ബ്രാക്കറ്റിന് പുറത്തോട്ട് ഇറങ്ങും. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ നിൽക്കത്തില്ല. എവിടെ വെച്ചാണോ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ വെച്ച് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങ് സ്റ്റോപ്പായി ടെർമിനേറ്റായി ഈ കേർലി ബ്രാക്കറ്റിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങും. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവത്തുള്ളൂ. അതിന് വേണ്ടിയാണ് ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. സപ്പോസ് ഇപ്പം 2 ആണ് എൻ്റർ ചെയ്തതെന്ന് കരുതുക. 2 ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ സി ഔട്ട് മൺഡേ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൂടെ എക്സിക്യൂട്ട് ചെയ്താൽ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെച്ചങ്ങ് ടെർമിനേറ്റ് ആവും. എന്നിട്ട് പിന്നെ അത് മൊത്തം ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഈ കേർലി ബ്രാക്കറ്റിന് പുറത്തോട്ട് ഇറങ്ങും. എന്നിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. എല്ലാ കേസിൻ്റെയും കൂടെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് അങ്ങനെ. അതുകൊണ്ടാണ് ബ്രേക്ക് ഇല്ല എങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളും കൂടെ ബ്ലൈൻഡ് ആയിട്ട് അങ്ങ് എക്സിക്യൂട്ട് ചെയ്തങ്ങ് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് എല്ലാ കേസിൻ്റെയും കൂടെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളതാണ്. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് 2 എണ്ണം പഠിക്കാനുണ്ട്, ബ്രേക്കും കണ്ടിന്യൂവും. അതിൽ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വർക്കിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു ലൂപ്പിൻ്റെ അകത്ത്, സാധാരണ ഈ ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പിൻ്റെ അകത്ത്, ഈവൻ ഇഫ് ലൂപ്പിൻ്റെ അകത്ത് വരെ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാനൊക്കും. ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ ആ ലൂപ്പ് അവിടെ വെച്ച് ടെർമിനേറ്റ് ആവും, അതിൽ നിന്ന് അങ്ങ് പുറത്തിറങ്ങും. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ കൂടെ കണ്ടിന്യൂവും കൂടെ ഉണ്ട്. കണ്ടിന്യൂ നമുക്ക് വേറൊരു എക്സാമ്പിൾ കാണിച്ച് കണ്ടിന്യൂ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അത് പിന്നത്തെ വീഡിയോയിൽ. അപ്പം ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് ആണ് ഞാനിപ്പോൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തത്.
അപ്പോൾ അതുകൊണ്ട് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വർക്കിംഗ് ഇങ്ങനെ ആയതുകൊണ്ട് നിർബന്ധമായും എല്ലാ കേസിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ കൊടുക്കും. അത് നിർബന്ധമായും 100% കൊടുക്കണം എന്നതിന് മീനിങ് ഇല്ല. അതിനൊരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് ഈ ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കുന്നത്. ചില കേസിൽ അങ്ങനെ കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ലോജിക്കിലുള്ള എന്തെങ്കിലും പ്രോഗ്രാം വരികയാണെങ്കിൽ നമ്മൾ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതത്തില്ല. അതല്ലാതെ നോർമൽ സിറ്റുവേഷനിലാണെങ്കിൽ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ നമ്മൾ എല്ലാ കേസിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എഴുതും. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ബ്രേക്ക് ഇല്ലാതെ എഴുതിയിരിക്കുന്ന പ്രോഗ്രാംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ ബ്രേക്ക് വരാൻ പാടില്ല എന്നുള്ളതുണ്ട്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ് സെലക്ട് ആയാൽ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റും കൂടെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ നോർമൽ സിറ്റുവേഷനിൽ ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ എല്ലാ കേസിൻ്റെയും അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ അതാണ് ബ്രേക്ക് എന്ന് പറയുന്ന ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ കൂടെയുള്ള കണ്ടിന്യൂ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മറ്റൊരു വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിലും കൂടെ നമ്മുടെ ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.